ഈ ചിലർ ബീഫ് കഴിക്കാൻ പേടിയാണ്, മട്ടൺ കഴിക്കാൻ പേടിയാണ്, മുട്ടയുടെ മഞ്ഞ കഴിക്കാൻ പേടിയാണ്. ഈ ബീഫും ഇതൊക്കെ ഈ സിംഹവും കടുവയൊക്കെ ഡെയിലി കഴിക്കുന്ന സാധനങ്ങളല്ലേ, അതുങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ആ മൃഗങ്ങൾ എങ്ങനെ സ്ലിം ആയിട്ടിരിക്കും. ഈ 24 മണിക്കൂറും പുല്ല് ചവച്ചോണ്ടിരിക്കുന്ന പശു എങ്ങനെ ഇരിക്കുന്നത്? അതിന് നിറച്ചും ഫാറ്റാണ്. അത് ബോഡിയിലെ ലിവറാണ് ഉണ്ടാക്കുന്നത്, അല്ലാതെ കഴിക്കുന്ന ഫുഡല്ല. കഴിക്കുന്ന ഫുഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നറിയാമോ? നമ്മളിപ്പോൾ 3 ദോശ കഴിച്ചു, 1 ദോശ ഉപയോഗിച്ചു, 2 ദോശ ഫാറ്റാക്കി. കാരണം നമ്മൾ പണിയെടുക്കുന്നില്ല. എന്തിനാ? ഉച്ചയ്ക്ക് എടുക്കാൻ വേണ്ടി. ഉച്ചയ്ക്ക് നമ്മൾ 3 തവി ചോറ് കഴിച്ചു, 1 തവി ഉപയോഗിച്ചു എനർജിക്കായിട്ട്, ബാക്കി 2 തവി ഫാറ്റാക്കി. എല്ലാം ലിവർ കയറുകയാണ്, ഇങ്ങനെ ട്രൈഗ്ലിസറൈഡ് എന്ന് പറയും, ഇതെല്ലാം കയറുകയാണ്. എന്നിട്ട് രാത്രി 3 ചപ്പാത്തി, 1 ചപ്പാത്തി ഉപയോഗിച്ച് 2 ചപ്പാത്തി ഫാറ്റാക്കി. ഈ ഫാറ്റ് കയറുന്നത് ഇങ്ങനെയാണ്, അല്ലാതെ ഫാറ്റ് കഴിച്ചിട്ടല്ല. സോ അതുകൊണ്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ, എനിക്ക് 3 ദോശ കഴിച്ചാൽ ഞാൻ 2 മണിക്കൂർ കൊണ്ട് എനിക്ക് വിശക്കും. ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ചിലടത്ത് ഒട്ടും, ഞാൻ ബാംഗ്ലൂരൊക്കെ പോകുന്ന സമയത്ത് രാവിലെ അവിടെ മുട്ടയൊന്നും കിട്ടത്തില്ല. അവിടെ പലപ്പോഴും വെജിറ്റേറിയൻ സ്ഥലമാണ്. എനിക്ക് വെജ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഞാൻ ഈ മുട്ട തപ്പി മടുക്കുന്നതിന് ഓക്കെ എന്നാൽ പിന്നെ അവിടുത്തെ ദോശ കഴിച്ചേക്കാം അല്ലെങ്കിൽ ഇഡ്ഡലി കഴിച്ചേക്കാം എന്നാൽ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവിടെ ക്ലിനിക് ഉണ്ട്, കൺസൾട്ടേഷൻ ഉണ്ട്. എനിക്ക് 2 മണിക്കൂർ, 9 മണിക്ക് കഴിച്ചാൽ 11 മണിക്ക് എനിക്ക് വിശപ്പാണ്. പക്ഷേ ഈ 3 മുട്ട കഴിച്ചാണ്ടല്ലോ എനിക്ക് 1 മണി വരെ ഒരു കുഴപ്പമില്ല. കാരണം ഞാൻ ഫാറ്റ് കിട്ടിയെന്ന് ഞാൻ ഉറപ്പിക്കുക. എനിക്ക് ആ ഫാറ്റാണ് ഇമ്പോർട്ടൻറ്റ്. ഫാറ്റ് കയറിയ വിശക്കില്ല. ചിലർ പറയാം ഇതൊക്കെ കഴിച്ചാൽ എന്തോ മൂക്കി വലിക്കാനുണ്ടോ, ഇതൊക്കെ ഭയങ്കര വിശക്കത്തില്ല. ശരിക്കും അത് തെറ്റിദ്ധാരണയാണ്. ഫാറ്റ് കഴിച്ചാൽ വിശക്കില്ല. ഇപ്പം കോഫി, ഒരു കട്ടൻ കാപ്പിക്കകത്ത് ഒരു ചെറിയ ക്യൂബ് ബട്ടർ ഇട്ട് കഴിച്ചു കഴിഞ്ഞാൽ ബട്ടർ കോഫിയായി. ഈ ബട്ടർ കോഫി വിശക്കത്തില്ല, ബട്ടർ ഉള്ളിൽ കയറിയ വിശക്കില്ല. ഏറ്റവും ഫാറ്റിൽ ഏറ്റവും ഹെൽത്തി ടോപ്പിൽ നിൽക്കുന്ന സാധനം ബട്ടറാണ്. അത് നമ്മളിപ്പോൾ ഇത്രയും ഇപ്പം 10-18 ക്ലിനിക്കുകളുണ്ട്, 4.5 ലക്ഷത്തിലധികം ആൾക്കാരെ നമ്മൾ ഈ ഒരു 63ഓളം ഡോക്ടേഴ്സ് ഉണ്ട് നമുക്ക്. നമ്മൾ ഈ കോൺസെപ്റ്റ് തന്നെയാണ് കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്ത് റിസൾട്ടാണെന്നറിയോ? വെയിറ്റ് കുറയാത്തവർക്ക് എങ്ങനെയൊക്കെ നോക്കിയിട്ട് വെയിറ്റ് കുറയാത്തവർ വെയിറ്റ് കുറയും, നീര് നീർക്കെട്ട് കുറയും, അതേപോലെ ക്ഷീണം കുറയും, ഉറക്കം ക്ലിയർ ആവും, ജോയിൻറ്റ് പെയിൻസ് കുറയും, ഒത്തിരി തരിപ്പും വരപ്പൊക്കെ കുറയും. സിമ്പിളായിട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ.